സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും കൃഷ്ണൻ ചോദ്യം ചെയ്തതുപോലെ മാനസയെ ബലരാമനും എടുത്തിട്ട് വധിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. മാനസയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരിച്ചടികൾ മാത്രമാണ്. അതാദ്യവും അങ്ങനെ തന്നെയാണല്ലോ. കൺമണിക്കിട്ട് പാര വയ്ക്കാൻ നോക്കും, അത് കറങ്ങി തിരിഞ്ഞ് ഒടുവിൽ മാനസയ്ക്ക് തന്നെ കിട്ടും. കൃഷും കൺമണിയും പ്രേമിക്കാൻ തന്നെ കാരണം ഒരു കണക്കിന് മാനസ തന്നെയാണ് കേട്ടോ. ആദ്യമൊക്കെ കൃഷ് കൺമണിയെ അധികം കാണാതിരിക്കാൻ വേണ്ടി മാത്രം മാനസ എന്തെല്ലാം കളികൾ കളിച്ചു. കൃഷി നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ മാനസിക കൃഷിനെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും കൺമണിയുമായിട്ട് അടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒക്കെ അവളുടെ മനസ്സിൻ്റെ ദുഷ്ടത്തരത്തിൻ്റെ ഫലം തന്നെയാണ്. സുജാതയും ആൻറ്റിയമ്മയും ഇനിയും അവളുടെ കൂടെ തന്നെ നിന്നാൽ അവർക്കും എന്തെങ്കിലുമൊക്കെ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, എന്തൊക്കെ തിരിച്ചടികൾ കിട്ടിയാലും ചിലർ അതുകൊണ്ടൊന്നും പഠിക്കാനും പോകുന്നില്ല. സുജാതയാണെങ്കിൽ കലി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് മാനസയ്ക്ക് വേണ്ടി. മാനസയോട് നന്ദികേട് കാണിച്ച കാര്യമാണ് കേട്ടോ അവരുടെ മനസ്സിലുള്ളത്. കമ്പനി തകർക്കാൻ ശ്രമിക്കുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. അത് സാഗർ പറയുന്നുണ്ടെങ്കിലും കൺമണിയുടെ കളിയാണെന്ന വിശ്വാസത്തിൽ തന്നെയാണ് സുജാത. ഇനി ബലരാമൻ മാനസയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയമ്മയും സുജാതയും വിശ്വസിക്കുമോ എന്നറിയില്ല. ബലരാമൻ്റെ ചോദ്യം ചെയ്യലിൽ ആകെ ചൂളി മൗനമായിട്ട് തന്നെ നിൽക്കുകയാണ് മാനസ. അയാൾ അങ്ങനെ സത്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നൊന്നും അവൾക്ക് അറിയാതിരിക്കുന്നില്ല. തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ തകർന്നുവെന്നും ഇനി ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മാനസയ്ക്ക് തോന്നി തുടങ്ങുകയാണ്. മിക്കവാറും ഒന്നുകിൽ ബലരാമൻ്റെയോ അല്ലെങ്കിൽ കൃഷിൻ്റെയോ കൈകൊണ്ട് മാനസയ്ക്ക് ജയിൽ ജീവിതം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാനസയാണെങ്കിൽ ബലരാമൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതിരുന്നപ്പോൾ തോക്കെടുക്കുന്നുണ്ട്. എന്നിട്ട് ആരാ മാനസയെ കൺമണി ഭാഗ്യശ്രീ പറയാന്നൊക്കെ കള്ളമാണെന്ന് പറയാന്നൊക്കെ പറയുന്നുണ്ട്. മാനസയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട്. ആദ്യം എത്രമാത്രം സ്നേഹിച്ചോ അതിലും ബലരാമൻ ഇപ്പോൾ വെറുക്കുന്നുണ്ട് മാനസയെ. കാരണം മാനസയുടെ സകല കള്ളത്തരങ്ങളും ഭാഗ്യശ്രീ വള്ളി പൊള്ളി വിടാതെ ബലരാമനെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തു ചെയ്യണം എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് മാനസ. ഇനി മാനസയും ബലരാമനും എങ്ങനെ ഒന്നിക്കും എന്നറിയില്ല. മിക്കവാറും ആൻറ്റിയമ്മയും സുജാതയും നിർബന്ധിക്കുമായിരിക്കും. ആ സമയം കൃഷ്ണകൃപയിൽ കൃഷി ഓഫീസിൽ നിന്ന് വന്ന് മാനസ കമ്പനിയെ ചതിച്ച കാര്യം മറ്റും പറയുന്നുണ്ട്. സാഗറും കൃഷും കൃപയും ഒരു ഭാഗത്തും ആൻറ്റിയമ്മയും സുജാതയും മറുഭാഗത്തു നിന്നും ചേരി തിരിച്ച് വാദിക്കുകയാണ്. കൃഷും സാഗറും കൃപയും മാനസയെ കുറ്റപ്പെടുത്തുമ്പോൾ ആൻറ്റിയമ്മയും സുജാതയും മാനസയെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കൃഷിനോട് സാഗർ ഇവിടെ എല്ലാവരും കൂടി മാനസയെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് ആൻറ്റിയമ്മയ്ക്ക് ഒരു തോന്നലെന്ന് പറയുന്നുണ്ട്. തോന്നലോ എന്ന് ചോദിക്കുകയാണ് സുജാത. തോന്നലൊന്നുമല്ല, അതാണ് സത്യമെന്നും സുജാത പറയുമ്പോൾ അമ്മേ മാനസ തന്നെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് കൃപ പറയുമ്പോൾ അതെങ്ങനെയല്ലേ പറയൂ. കൺമണിയാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്ന് പറയുന്നുണ്ട് സുജാത. അങ്ങനെ കൺമണി വീട്ടിലെത്തുമ്പോൾ ഗോകുല് പറഞ്ഞ് വരുൺ കാണിച്ച അതിക്രമമൊക്കെ അറിയുന്നുണ്ട്. ഇതറിഞ്ഞ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന കൺമണിയാണെങ്കിൽ വരുണിൻ്റെ അച്ഛനെ വിളിച്ച് എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തീർത്തു കളയും ഞാൻ അവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ വിരട്ടുകയാണ്. ഇത് കേട്ട മകൻ്റെ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന അയാൾ വരുണിൻ്റെ ചെകിടിനിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്